അല്ല വീഡിയോ എന്താ വെച്ചത്? ഇതാണ് കാട്ടുമാങ്ങ. നമ്മുടെ ഇവിടെ ഞാനിത് ആദ്യമായിട്ട് ഇവിടെ കൊടകിൽ വന്നിട്ടാണ് കാണുന്നത്. നമ്മൾ ഇത് മാങ്ങ കറി ആക്കും. സാധാരണ കേരളത്തിലൊക്കെ ആക്കുന്ന പോലെ മാങ്ങ പുളിശ്ശേരി അല്ല. ഇത് ശർക്കര ഒക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി എരിവുണ്ടാവും, മധുരം ഉണ്ടാവും, ഉപ്പുണ്ടാവും, പുളി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അടിപൊളി. ഇങ്ങനെ നമ്മൾ ഈ കുട്ടി കുട്ടി മാങ്ങ, നമ്മൾ ഇത് ചില സ്ഥലത്ത് ചക്കര കുട്ടി മാങ്ങ എന്നൊക്കെ പറയും. ഇത് ഞങ്ങളുടെ അവിടെ ചക്കര കുട്ടി മാങ്ങ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കാട്ടുമാങ്ങ. അപ്പോൾ ഈ മാങ്ങയുടെ തൊലി ഇങ്ങനെ പൊളിച്ച് തൊലി കളയും. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ മാങ്ങ ഞങ്ങൾ പൊളിച്ച് വെച്ചത്. അത് രാവിലെ ആയിരുന്നു. ഇതിപ്പോൾ വൈകിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ കൊടകലത്തെ സ്പെഷ്യൽ പോർക്ക് മസാല, പന്നി ഇറച്ചിയുടെ മസാല, ആ ഇറച്ചി ഉണ്ടാക്കുന്ന മസാല. ഇത് നമ്മുടെ മല്ലിപ്പൊടി, ഇത് ഉപ്പ്, ഇത് മുളക് പൊടി, ശർക്കര. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ശർക്കര, പിന്നെ എന്താ ഇത്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പിന്നെ മാങ്ങ പൊളിച്ച തൊലി. ഓക്കെ, ഈ തൊലി ആവശ്യമില്ല നമുക്ക്, എന്നാലും ഇതാണ് നമ്മുടെ ഈ കറിയുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണേ ഈ കറി. ചട്ടിയിൽ ഇങ്ങനെ വഴറ്റി ഇങ്ങോട്ട് എടുക്കാം. ഞാൻ പറയണത് കേട്ട് ചട്ടി ഇതാകാൻ വെച്ചിരിക്കുക, വെള്ളം ഉണ്ടതിൽ. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക്, ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി, കടുക്. അത് ചട്ടപ്പട്ട ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. എണ്ണ ചൂടായോ? എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത്ര കടുക് മതി. കടുക് പൊട്ടുന്നേ ഉള്ളൂ. യെസ്. കുറച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്നൊക്കെ ഇപ്പോഴേ കരിഞ്ഞു പോയി. കടുക് പൊട്ടി. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആ സമയത്ത് ശ്രദ്ധിക്കുക, ഗ്യാസ് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഒക്കെ പൊടി കരിഞ്ഞ തീ പിടിച്ചാൽ എന്നെ പറയരുത്. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, എന്നിട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണേ. നമ്മൾ കറക്റ്റ് 1 സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ. മല്ലിപ്പൊടി ഒരു കുറുകുറും ഉണ്ടാവുക. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ചൂടാവട്ടെ. ഒത്തിരി കറക്കരുത് പൊടി. കറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി കറുത്തിരിക്കും. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾ അതിട്ട് കൊടുക്കണം. ഏത് പോർക്ക് മസാല. ഇതായത് നമ്മൾ ഇതിത്ര മതി. ഇത് ചട്ടിയുടെ കളർ കൊണ്ട് കാണുന്നുണ്ടോ എന്തോ നമുക്ക് അറിയില്ല. ഈ ഒരു ബ്രൗൺ ആയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ പോർക്ക് മസാല ഇട്ട് കൊടുക്കാം. പോർക്ക് മസാല അതേപോലെ മല്ലിപ്പൊടി എടുത്ത പോലെ കുറച്ച് കൂടുതൽ. കുറേ എടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഈ പോർക്ക് മസാല നാട്ടിലൊക്കെ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ, ഇത് ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി, പിന്നെ ഉലുവപ്പൊടി, ഇതൊക്കെ കൂടി ഇടാം. അതിനൊക്കെ പകരമാണ് നമ്മൾ ഈ പോർക്ക് മസാല ഇടുന്നത്. ഇതിലെല്ലാം ഉണ്ട്. നമ്മളിവിടെ കൊടകിൽ ഉണ്ടായത് ഹോം മെയ്ഡ് പോർക്ക് മസാലയാണ്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും ഇടുന്നില്ല. ഇതില്ലാത്തവരാണെങ്കിൽ കുരുമുളക് പൊടി, ഉലുവപ്പൊടി അതൊക്കെ ഇടണം. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് വഴറ്റണം. അപ്പോൾ ഇതാ നമുക്കുണ്ട് ഈ ഒരു കളർ കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി കാണിക്കാം. കണ്ട ഈ ഒരു കളർ കിട്ടി. എന്നിട്ട് നമ്മൾ ഈ മാങ്ങയുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ തൊലി ഇങ്ങനെ ശരിക്കും നമ്മൾ പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുക്കണം എന്ന് പറയത്തില്ലേ, പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുക്കും. ഇതൊക്കെ കുറേ അങ്ങനെ ചെയ്യണം. ആ ചാറെടുത്ത് തൊലി വീഴാതെ നമ്മൾ ഈ വെള്ളം മാത്രം ഒഴിക്കണം. ഈ ചാറെടുക്കുന്നതിൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ ഈ തൊലിയിലുള്ള മാങ്ങയും കൂടി വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ തൊലി പിഴിഞ്ഞെടുക്കണേ. തൊലി നല്ലോണം പിഴിഞ്ഞ് ചാറെടുത്ത് നമുക്ക് ഈ വെള്ളം ഒഴിച്ചെടുക്കണം. ടാസ്ക് നമ്മൾ ഈ വെള്ളം ശരിക്കും ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഗ്യാസ് കുറച്ച് കൂട്ടി വയ്ക്കാം. ഉപ്പ് നോക്കണം, നമ്മൾ ഉപ്പ് മതിയാവും. കുറച്ചുകൂടെ ഇട്ടാൽ കൊള്ളാം. പോയി നമ്മൾ ഇത്രയും കൂടി ഉപ്പിടുക. കുറച്ചുകൂടെ ഓക്കെ.
ഇത് ഈ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ചക്കരക്കുട്ടി മാങ്ങ, സോറി കാട്ടുമാങ്ങ. നമുക്കിങ്ങനെ മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ആവും. എന്നിട്ട് ഇനി തിളക്കട്ടെ, മാങ്ങ വേവട്ടെ. ഉള്ളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പതുപതാന്നാണ്. നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മാങ്ങ വേവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആവണം മാങ്ങ. വേവുമ്പോൾ ഈ വെള്ളം കൂടി പറ്റും. ഓക്കെ, അപ്പോൾ മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 2 കട്ട വെള്ളം വേണം. ഇത് നമ്മുടെ നല്ല പ്യൂരിഫൈ ആയ വെല്ലമാണ്. അതുകൊണ്ട് ഉരുക്കി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വെല്ലമാണ്, വൃത്തിയുള്ള വെല്ലമാണ്. നമ്മൾക്ക് ഈ കട്ട ഉണ്ട ശർക്കര വരുമല്ലോ, അതൊക്കെ ആണെങ്കിൽ നമ്മൾ ഉരുക്കി അത് അരിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ ആ ശർക്കരയുടെ വെള്ളം ഒഴിക്കാൻ. ഇത് നല്ല ക്ലീൻഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അത് ആവശ്യമില്ല. ഇപ്പോൾ ഉണ്ടയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ടയല്ല, അങ്ങനത്തെ സാധാരണ വെല്ലമാണെങ്കിൽ ഉരുക്കി അതിൻ്റെ അരിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ചാറ് മാത്രം ഒഴിക്കുക. ഇതൊക്കെ നമുക്ക് ഇടിച്ചെടുക്കാം. മതി. മാങ്ങ ഒന്ന് വറ്റുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തുറന്നപ്പോൾ കുറച്ച് കുറുകി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചല്ല നമ്മളെ വെള്ളം ഇട്ട് കൊടുക്കാം. എന്നാലേ അത് മാങ്ങയിലോട്ട് നല്ലോണം പിടിക്കത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം. കവർ നല്ല പുളിയുള്ള മാങ്ങയത്. അപ്പോൾ കുറച്ച് മധുരം കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. അത് എത്ര ഇടുന്നോ അത്ര നല്ലതായിരിക്കും. നല്ല സ്വാദുണ്ട്. നമ്മുടെ വെള്ളം കിടന്നോട് ഒഴുകട്ടെ. ഇപ്പോൾ നമ്മുടെ മാങ്ങാക്കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. കാണുന്നുണ്ട് തോന്നുന്നു. നല്ല കുറുകുറാന്നുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഇങ്ങനെ വായിൽ വെച്ചാൽ വായി കൊള്ളൂ. ഊതിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഡിലീഷ്യസ്. ഞാൻ ഉണ്ടാക്കിയതും കൊണ്ട് പറയല്ല, ശരിക്കും അടിപൊളിയാണ്. ഏട്ടൻ നോക്കട്ടെ ഉപ്പ്. ഇങ്ങനെ നോക്കാൻ പറ്റില്ല, ഞാൻ നോക്കാം. ടേസ്റ്റിൽ അറിയാം. ഞാൻ നേരത്തെ നോക്കിയതാ. എപ്പം? ഞാൻ നോക്കി, നേരത്തെ നോക്കി. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് 2 മാങ്ങ എടുത്ത് ടേസ്റ്റ് നോക്കാം. ഓ, ഇതിൻ്റെ ഈ ചാറ് മതി ചോറിന്. പക്ഷെ എനിക്കിത് ചോറിൻ്റെ കൂടെ തിന്നാൻ ഇഷ്ടമല്ല, അറിയാം. എനിക്കിത് വെറുതെ ഇങ്ങനെ നക്കിക്കൊണ്ട് നടക്കാൻ ഇഷ്ടം. ഓ, അവിടെ നോക്കാം ഒരാളെ ഭയങ്കര കൂക്കല്. ഒറ്റയ്ക്ക് നിർത്തിയതാ കൊച്ചിക്കുഞ്ഞ്. മാങ്ങ ഇപ്പം താഴെ പോയാണ്. ആരും ഇല്ല ഇപ്പം. നമുക്കത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മൂടി വെക്കാം. ഓക്കെ, ചൂടാറട്ടെ മാങ്ങ. ഇതാണ് അതിൻ്റെ ആക്ച്വൽ കളർ. നമ്മൾ ചട്ടിയിൽ കാണാത്തത് കൊണ്ട് ഫോണിൽ എങ്ങനെ കാണുന്നത് കാണിച്ചേ. ആ യെസ്, ഇതേ കളറാണ് ആക്ച്വൽ കളർ. ഇനി മാങ്ങ നമുക്ക് അവിടെ തിന്നാം. ചിക്കുക്കുട്ടൻ ചിക്കുക്കുത്തോ. ഈ മാങ്ങ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതല്ലായിരുന്നു. കഴിക്കുന്നതിന് മുമ്പേ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ഇതിൻ്റെ ടേസ്റ്റ് ആക്ച്വലി ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ മലബാർ ഏരിയ, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം അങ്ങോട്ടൊക്കെ ഉണ്ടാക്കുന്ന സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഉണ്ടാവുമല്ലോ, ഇഞ്ചിക്കറി, അതേ ഇഞ്ചിക്കറിയുടെ അതേ ടേസ്റ്റ്. പക്ഷേ ഇഞ്ചിക്കറി കുറച്ചുകൂടെ മാങ്ങയൊക്കെ ഇട്ട് മോഡിഫൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനം. എൻ്റെ വായി പൊള്ളത്തില്ലാന്ന് വിശ്വസിച്ച് ഞാൻ ഈ മാങ്ങ നമ്മൾ അങ്ങനെ വായിക്കാത്തിട്ട് ചവയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ ആ സാധനം മാത്രം വായിക്ക് കിട്ടും. ചൂട് ഞാൻ എങ്ങനെ വായിക്കും. ഇങ്ങനെ ചാറെടുത്ത് ചുടുത്ത്. അപ്പോൾ അവയായിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. അടിപൊളി. എരിവ്, ഉപ്പ്, മധുരം. ശരിക്കും ചോറിനോട് കഴിക്കാനായിട്ട് അങ്ങനെ വെറുതെ സ്നാക്സ് അല്ല, ഒരു അച്ചാർ ടൈപ്പ്. നമ്മൾ ഈ അച്ചാറൊക്കെ തൊട്ട് തിന്നുമ്പോൾ സൂപ്പർ അല്ലേ. മാങ്ങ എടുത്ത് കടിക്കും. അടിപൊളിയല്ലേ. പറ, ഞാൻ ഉണ്ടാക്കിയത് ഐസ് ഉണ്ടാക്കിയതും കൊണ്ട് എന്നൊക്കെ പറ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുന്നു. പറ.
ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കറി. ഞാൻ പറഞ്ഞു പറയിപ്പിക്കുക, ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കുക, പക്ഷെ കറിയുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു പറയിപ്പിക്കാതല്ല. അടിപൊളി. ശരി, അപ്പോൾ എല്ലാവർക്കും ആ ചിക്കോ ഇവിടെ ഇത്ര നേരം ഭയങ്കര കൂക്കലായിരുന്നല്ലോ ചിക്കുട്ട. അപ്പോൾ നമ്മുടെ ഈ മാങ്ങാക്കറി, കൂർഗ് സ്പെഷ്യൽ മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണേ, എന്നാലേ ഇഷ്ടപ്പെടുള്ളൂ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ ഗ്യാരണ്ടി. ഈ ഉപ്പ്, പുളി, മധുരം അതൊക്കെ കൂടി കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ കറി. ഉപ്പ്, എരിവ്, പുളി, മധുരം ഒക്കെ കഴിക്കാൻ. അതെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ഗ്യാരണ്ടി കറിക്ക്. അപ്പോൾ ഈ കറി, ഞങ്ങളുടെ ഈ വീഡിയോ, ഞങ്ങളുടെ ചിക്കുകുട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ കുറെ ആയി ചാനൽ തുടങ്ങിയിട്ട് സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് കൂടുന്നില്ലല്ലോ. എല്ലാവരും മനസ്സ് വെച്ചാൽ അങ്ങോട്ട് കൂട്ടും. എന്റെ കാലം ഒരാൾ മാന്തുന്നേ. ശരി, അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത ബെൽ ബട്ടണും കൂടി അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. ബൈ ബൈ ബൈ.